പാർവതി. മോളുടെ നിരഞ്ജന. രണ്ടുപേരുടെ സ്ഥലം എവിടെയാ? ഞാൻ ഇടുക്കി. ഞാൻ വയനാട്. വയനാട്. രണ്ടും ഹൈ റേഞ്ച്. ഓക്കെ. എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഒരു ക്യാമ്പസ് എങ്ങനെയുണ്ട്? നമുക്ക് വളരെ ജെന്യൂൻ ആയിട്ടുള്ള റിവ്യൂ മതി. നിങ്ങൾക്ക് എന്താണ് ഈ ഒരു ക്യാമ്പസിൽ വന്നതിന് ശേഷം, കാര്യം വരുന്നതിന് മുമ്പ് കുറേ പെർസ്പെക്റ്റീവ് കാണും, ബാംഗ്ലൂരിലോട്ട് പഠിക്കാൻ വരിക എന്നൊക്കെയുള്ള പെർസ്പെക്റ്റീവ്. അപ്പോൾ നിങ്ങൾ ഇവിടെ വന്നപ്പോൾ ആ പെർസ്പെക്റ്റീവ് ഒക്കെ ഫുൾഫിൽ ചെയ്യാൻ പറ്റിയോ, അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ച് ഈ ക്യാമ്പസ് എത്തിയോ എന്നുള്ള കാര്യങ്ങൾ പറയുക. ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു ഗേൾസ് കോളേജാണ്. അപ്പം ഫുള്ളായിട്ട് എന്താ പറയുക, നമുക്ക് ഓപ്പണായിട്ട് എല്ലാവരുമായിട്ട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റും. മൊത്തം ചേച്ചിമാരാണെങ്കിലും എല്ലാവരും നല്ല ഫ്രണ്ട്ലിയാണ്, സീനിയേഴ്സ് എല്ലാം നല്ല ഫ്രണ്ട്ലിയാണ്. പിന്നെ ടീച്ചേഴ്സ് ആണെങ്കിലും എല്ലാവരും നന്നായിട്ട് പഠിപ്പിക്കും, എല്ലാവരും നല്ല എന്താ പറയുക നല്ലൊരു ഇതാണ്. ഓക്കെ. ഇവിടുത്തെ ലാബും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ലാബും കാര്യങ്ങളും അത്യാവശ്യം നല്ലതാണ്, ഇപ്പം നന്നായിട്ട് പോകുന്നൊക്കെ ഉണ്ട്. പിന്നെന്താ പഠിത്തത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇവിടെ നന്നായിട്ട് പഠിപ്പിക്കുന്നൊക്കെ ഉണ്ട്. ഇപ്പോൾ ടീച്ചേഴ്സൊക്കെ ആണെങ്കിൽ തന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ല ഹെൽപ്പൊക്കെയാണ്. അവരെന്ത് ഇതുണ്ടെങ്കിൽ തന്നെ നന്നായിട്ട് ഹെൽപ്പൊക്കെ ചെയ്യും. ഓക്കെ. എങ്ങനെയാണ് നിങ്ങളുടെ ഈ ഹോസ്പിറ്റൽ ക്ലിനിക്കൽസിന് കൊണ്ടുവന്ന ഹോസ്പിറ്റൽസ് എങ്ങനെയുണ്ട്? കാര്യം ഇവിടെ സ്വന്തമായിട്ട് ഹോസ്പിറ്റൽ ഇല്ലാന്ന് അറിഞ്ഞു. ഇപ്പോൾ ടൈപ്പ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസ് എങ്ങനെയുണ്ട്? ആ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഹോസ്പിറ്റൽസ് ഞങ്ങൾ എന്താ പറയുക സെക്കൻഡ് ഇയറിലൊക്കെ ഞങ്ങൾ മെഡിക്കൽ കോളേജിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലായിരുന്നു. പിന്നെ പ്രൈവറ്റിലൊക്കെ പോകും. പ്രൈവറ്റിൽ പോകുമ്പോൾ പിന്നെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പ്രൈവറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒത്തിരി അവർ എന്താ പറയുക ചെയ്യാൻ സമ്മതിക്കില്ല. അങ്ങനെ മൊത്തം കൂടുതൽ ഒബ്സർവേഷൻ ആയിരിക്കും. എന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റും. നല്ല പോസ്റ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞു. അപ്പം എന്താ പറയുക മെഡിക്കൽ കോളേജൊക്കെ ചെല്ലുമ്പോൾ ഫുള്ള് നമുക്ക് ചെയ്യാനായിട്ട് ഒരു അവസരം ഉണ്ടാക്കി. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ടൈപ്പ് ആണല്ലോ. ഓക്കെ. ഞങ്ങളിവിടെ വന്ന് കണ്ടതിൽ ഞങ്ങൾക്ക് കുറേ പോസിറ്റീവായിട്ടുള്ള ഒരു ലാബൊക്കെ നല്ല രീതിയിൽ നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ പറയുക എല്ലാവരും ഒറ്റ ഒരു ഏരിയയിൽ ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് നിങ്ങളെല്ലാവരും പെട്ടെന്ന് മിങ്കിളാവുമല്ലോ. ആ ഒരു പോസിറ്റീവാണ് ഞങ്ങൾക്ക് തോന്നിയത്. എല്ലാവരുമായിട്ട് എന്താ പറയുക നമുക്ക് പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഒരു വീട്ടിലുള്ളവർ ഒരു ഹോസ്റ്റൽ ഇവിടെ തന്നെ, ക്ലാസ് റൂം ഇവിടെ തന്നെ. ഓക്കെ. അപ്പോൾ നിങ്ങളൊരു 100% സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു ക്യാമ്പസിന്. ഓക്കെ. പുറത്തോട്ടൊക്കെ പോകുന്നതിന് കറങ്ങാൻ അങ്ങനെയൊക്കെയുള്ള ഔട്ടിംഗ് പെർമിഷൻ വീക്കിൽ ഞാൻ സൺഡേ ഒന്ന് കാണത്തുള്ളൂ. അതിപ്പോൾ എന്താ പറയുക കൂടുതലും ഞങ്ങൾക്ക് 2 മണിക്കൂർ ഇതിലൊക്കെയാണ്. പിന്നെ കിട്ടും എന്താ പറയുക മാസത്തിലൊന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ വരുവാണെങ്കിൽ. നാട്ടിലോട്ട് പോകുന്ന ട്രാവലിംഗ് ഒക്കെ എങ്ങനെ? നിങ്ങൾ ട്രെയിൻ ബസ്സിലാണ്. ഇവിടുന്ന് മജസ്റ്റിക്കിൽ പോയിട്ട് അവിടുന്ന് അവിടുന്ന് ഡയറക്റ്റ്, അതായത് ഇവിടുന്ന് ഊബറിലോ അല്ലെങ്കിൽ എന്തിലേലും പോയിട്ട് അവിടുന്ന് ബസ്സിൽ അല്ലെങ്കിൽ ട്രെയിനിൽ പോകുന്നവരെ ട്രെയിൻ. ഓക്കെ. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ഒന്നും നിങ്ങൾക്ക് വലിയ ഇഷ്യൂസ് ആയിട്ട് തോന്നാറില്ല. പിന്നെ ഫുഡ് എങ്ങനെയാണ്? ഫുഡ് ഇപ്പം അത്യാവശ്യം നല്ല, അതായത് നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള. ഓക്കെ. ഹോസ്റ്റൽ ഫെസിലിറ്റി എങ്ങനെയുണ്ട്? ഹോസ്റ്റൽ റൂം കാര്യങ്ങളൊക്കെ സ്പേഷ്യസ് ആണോ? നിങ്ങൾ കംഫർട്ടബിൾ അല്ലേ? ഓക്കെ. ഈ ഹോസ്റ്റലിൽ അതായത് ഇപ്പം പഠിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഹോസ്റ്റലിൽ ഇപ്പോൾ മറ്റുള്ള ഡിസ്റ്റർബ് ചെയ്യാൻ പഠിക്കണം, താഴെ വന്നിരുന്ന് പഠിക്കാനുള്ള സംവിധാനമുണ്ട്? അങ്ങനെ